യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ വ്യക്തിയുടെയും ജീവിത ലക്ഷ്യം സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ഭൂമിയിൽ നിന്ന് ദൈവരാജ്യത്തിലേക്കുള്ള തീർത്ഥയാത്രയാണ് നമ്മുടെ ഓരോ ജീവിതവും. അങ്ങനെ ദൈവരാജ്യം കാണണമെങ്കിൽ പല വ്യവസ്ഥകൾ ഈശോ പറയുന്നുണ്ട്. ഒന്നാണ് ഇന്നത്തെ വചനത്തിൽ നാം കാണുന്ന വീണ്ടും ജനിക്കണം എന്നുള്ളത്. പിന്നെ തീർച്ചയായിട്ടും യേശുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് യേശുവിൽ വിശ്വസിക്കണം. അവിടുത്തെ ശരീരവും രക്തവും ഭക്ഷിക്കണം, പാനം ചെയ്യണം. അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കണം. നാം പാപത്തിൽ മരിച്ച് അവിടത്തോടൊപ്പം ഉദ്ധാനം ചെയ്യണം. ഇങ്ങനെ ദൈവരാജ്യത്തിൽ എത്തിച്ചേരാൻ പല വ്യവസ്ഥകളാണുള്ളത്. ജീവിതം വീണ്ടും നവീകരിക്കുക വളരെ ആവശ്യമായ ഒരു കാര്യമായിട്ട് ഈശോ പറയുകയാണ്. നമ്മുടെ ശാരീരിക ജീവനിൽ അല്ലെങ്കിൽ ശരീരത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. പുതിയ പുതിയ കോശങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവിതം നവീകരിക്കപ്പെടുന്നുണ്ട്. ആത്മീയ ജീവിതവും നവീകരിക്കപ്പെടണം. പുതുവീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. പുതിയ തോൽക്കുടങ്ങൾ വേണമെന്ന് ഈശോ പറയുന്നുണ്ട്. ഇത് ഈ ലോകത്തിലുള്ള മാറ്റങ്ങളും വ്യതിയാനങ്ങളുമൊക്കെ ഉണ്ട്. ചിന്താഗതികളിൽ മാറ്റം വരുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തണം, വിശുദ്ധീകരിക്കണം, നവീകരിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.